കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിൻ്റെ MA അപ്ലൈഡ് എക്കണോമിക്സ് പ്രോഗ്രാമിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നമുക്ക് ജൂലൈ 2 നടക്കുവാണ്. അപ്പോൾ അതിൽ കുറച്ച് വേക്കൻസി വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് സ്പോട്ട് എന്നുള്ള നിലയിൽ ഫില്ല് ചെയ്യുന്നത്. ഇനിയും വേക്കൻസി ഉണ്ടെങ്കിൽ ഇനിയും മേ ബി സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു രജിസ്ട്രേഷൻ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന രജിസ്ട്രേഷൻ ബിറ്റ്വീൻ 9:30 മുതൽ 10:30 വരെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ സ്പോട്ട് നടത്തുന്ന ആ ഒരു വെന്യൂ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ് കിസാറ്റ് കൊച്ചി എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ മതി, കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കിസാറ്റിൽ ചെന്നിട്ട് കുറച്ച് തപ്പേണ്ട വരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണാനായിട്ടേ. അപ്പോൾ ഗൂഗിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷനിൽ തന്നെ എത്തിക്കോളും. ഓക്കെ, കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്വയം ഉള്ള വെഹിക്കിളാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഗൂഗിൾ അടിച്ചോടെ കറക്റ്റ് ചെല്ലും. അപ്പോൾ ഈ ഓട്ടോക്കാർക്കൊക്കെ ഒന്നും കറക്റ്റായിട്ട് ആ ഒരു പ്ലേസ് കിസാറ്റ് എന്ന് പറയുമ്പോൾ കിസാറ്റിൻ്റെ ക്യാമ്പസ് എന്നല്ലാതെ കറക്റ്റ് പ്ലേസ് അറിയണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഓട്ടോ വന്നിട്ട് അവിടെ കിസാറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് തപ്പേണ്ട വരും, കറക്റ്റ് കുറച്ച് നടക്കേണ്ടതൊക്കെ ആയിട്ട് വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളല്ല, നിങ്ങൾ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും യൂബറൊക്കെ വിളിച്ചിട്ടാണ് അവിടെ എത്തണമെങ്കിൽ ജസ്റ്റ് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട്, യൂബറൊക്കെ എന്തായാലും കറക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കും. നിങ്ങൾ അവിടെ വന്നിട്ട് ഓട്ടോ പിടിച്ച് പറയുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമുക്ക് ഈ 9:30 മുതൽ 10:30 വരെയാണ് രജിസ്ട്രേഷൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മെയിലിലോ പ്രൊഫൈലിലോ രജിസ്ട്രേഷൻ ലിങ്ക് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ, ജൂലൈ 2 മുമ്പ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിന് മുമ്പ്, അതായത് 9:30 മുമ്പ് അവിടെ എത്താം. 9:30 മുതൽ 10:30 വരെയുള്ള ടൈം രജിസ്ട്രേഷൻ്റെ ടൈമാണ്. 10:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ അനുവദിക്കില്ല, പിന്നെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ പങ്കെടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ റാങ്കിൽ വന്നേക്കുന്നവരിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ റാങ്കുകാർക്ക് എന്നുള്ള നിലക്കാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സോ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്ലേസിലെത്താം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് ജനറൽ കാറ്റഗറി 1, ഓൾ ഇന്ത്യ കോട്ട 5, ETB 1, MSM 1, NRI 2, SC ST 2, PHC 1, ലക്ഷദ്വീപ് കോട്ട 1, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 2, ഇൻ്റലക്ച്വലി ഡിസേബിൾ കുട്ടികളായിട്ടുള്ള കുട്ടികളുടെ 1. ഇത്രയാണ് സീറ്റ് വേക്കൻസി വന്നേക്കുന്നത്. ഇതിൽ ജനറൽ കാറ്റഗറി, ഓൾ ഇന്ത്യ കോട്ട, ETB, MSM, അതുപോലെ തന്നെ NRI ഇതിലേക്ക് ഉള്ള ആ ഒരു സീറ്റിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1 മുതൽ 50 വരെയുള്ള റാങ്കുകാർ ആണ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 50 വരെയുള്ള റാങ്കുകാർ ഈ പറയുന്ന ദിവസം അവിടെ ചെല്ലാം കേട്ടോ. ഇനി മറ്റു കാറ്റഗറി, അതായത് SC ST ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, ലക്ഷദ്വീപ് കോട്ട, TG, അതുപോലെ തന്നെ IDC എന്നുള്ളവർക്ക് ഈ MA അപ്ലൈഡ് എക്കണോമിക്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. അതിൽ നിന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആദ്യത്തെ റാങ്കുകാരെ ആയിട്ട് അങ്ങനെ വിളിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും ഫീസും എല്ലാം തന്നെ അവിടെ കൊടുക്കണം. സാധാരണ നമുക്കൊരു അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇത്ര ദിവസം വരെ ഫീസ് എടുക്കാൻ ഒരു ടൈം ഉണ്ടാവും, പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേറൊരു സമയമായിരിക്കും പറയുന്നത്. പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണല്ലോ. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റുകളും ഫീസും അന്ന് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ഫീസ് അന്ന് തന്നെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തായി പോകും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വൈകിട്ട് വരെയൊക്കെ ടൈം ചിലപ്പോൾ തന്നേക്കാം, അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമ്മൾ അന്ന് തന്നെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 10th തുടങ്ങിയുള്ള എല്ലാ കോപ്പീസും, എല്ലാ സർട്ടിഫിക്കറ്റും അതിൻ്റെ എല്ലാം തന്നെ 2 കോപ്പീസും അത് നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് മതി, നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ആൻറ്റി റാഗി, ആൻറ്റി ഡ്രഗ്, അങ്ങനത്തെ ആ നോട്ടിഫിക്കേഷൻ, നാഷണാലിറ്റി ഡിക്ലറേഷൻ, ഇതൊക്കെ വെബ്സൈറ്റിലുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെയും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ NCL ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോർ അഡ്മിഷൻ. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ട, ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്കും മതി. ഇൻകം കുറവുള്ളവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അർഹതയുള്ളവർക്ക്, 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കിസാറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇൻകം കുറഞ്ഞവർക്കൊരു ഇതൊന്നുമില്ല, അങ്ങനെ ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടാകും. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ളവരെന്തായാലും കൊണ്ടുപോകാനായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ കാറ്റഗറി, MSM, ETB, PHC, ലക്ഷദ്വീപ് കോട്ട, IDC, TG ഒക്കെ 13,030 ഫീസ് വരുന്നത്. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 13,780 വരുന്നുണ്ട്. NRIക്ക് 68,000 സംതിങ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5,000 രൂപ ആപ്ലിക്കേഷൻ ഫീസും കൂടി കൊടുക്കണം. കാരണം സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കായിരിക്കുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്നത്. അത് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അത് നിങ്ങൾ ചോദിക്കാം. എന്തായാലും 5,000 രൂപ എക്സ്ട്രാ കരുതാം.
ഇനി SC/STക്ക് 1500 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ വെനു എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കളമശ്ശേരി, കൊച്ചിയാണ്. നിങ്ങളുടെ ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു PDF നിങ്ങൾക്ക് കിസാറ്റിൻ്റെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ്, നിങ്ങൾ കാഡറ്റ് ലോഗിൻ ചെയ്യില്ല, അതിൽ നോട്ടിഫിക്കേഷനിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.